ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോസൊക്കെ കുറച്ച് പേർക്കെങ്കിലൊക്കെ യൂസ്ഫുൾ ആയി എന്ന് കമൻറ്റിലൂടെയും മെയിലിലൂടെയൊക്കെ അറിയാൻ സാധിച്ചാൽ ഒത്തിരി സന്തോഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ന്യൂസിലാൻഡിലേക്ക് ഇനി വരാനായിട്ട് താല്പര്യപ്പെടുന്ന നഴ്സസ്, നിങ്ങൾക്കറിയാം വേക്കൻസിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിപ്പം ഏകദേശം ഒരു ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കും. CGFNS പ്രോസസ്സൊക്കെ തുടങ്ങി ഇപ്പം ഇങ്ങോട്ട് വരാനുള്ള പ്രോസസ്സിങ്ങിൽ ഇരിക്കുന്ന കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ഡീറ്റെയിൽസ് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ എല്ലാവരും കേൾക്കുന്ന ഒരു കാര്യമാണ് ക്യാപ്പ് സ്റ്റോപ്പ് ചെയ്യുവാണ്, ഓസ്കി എക്സാം ആവുകയാണെന്നുള്ള കാര്യത്തെക്കുറിച്ച്. അപ്പോൾ ഇതുവരെയും അതിനെക്കുറിച്ചുള്ള ഒരു ക്ലിയർ ഐഡിയ ഒന്നും നഴ്സിംഗ് കൗൺസിൽ ഓഫ് ന്യൂസിലാൻഡ് തന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പം കുറച്ചധികം ഡീറ്റെയിൽസ്, അതിൻ്റെ ഫീസ് അല്ലെങ്കിൽ അതിൻ്റെ എക്സാം സ്ട്രക്ചർ എങ്ങനെയാണ്, അല്ലെങ്കിൽ അത് ഏതൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അവർ അതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ഐഡിയ ആണ് ഇപ്പം ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിൽ തന്നിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു ഓസ്കി അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് സ്ട്രക്ചറൽ ക്ലിനിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്ന ഈ ഒരു മോഡ് ഓഫ് എക്സാമിൻ്റെ ആ ഒരു ഇവരെന്തൊക്കെ ഒരു മെത്തേഡ്സ് ആണ് അതിനകത്ത് പ്ലാൻ ചെയ്യുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സിങ്ങിൻ്റെ ഇപ്പം ഒരു ഓസ്കിയിലേക്ക് വരുന്നതിന് മുൻപായിട്ട് ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിൽ ആവശ്യപ്പെടുന്ന എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു നഴ്സാണ് നിങ്ങൾ ന്യൂസിലാൻഡ് പ്രിഫർ ചെയ്യുന്നു, ഇങ്ങോട്ടേക്കുള്ള പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് OET അല്ലെങ്കിൽ IELTS ആവാം. അതിൻ്റെ സ്കോറിലൊന്നും ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല, അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സ്കോറിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഫസ്റ്റ് ആയിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്ലിയർ ചെയ്യുക. അതിനുശേഷം രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് CGFNS പ്രോസസ്സാണ്. അപ്പം ഈ ഒരു ഓസ്കി ആണെങ്കിലും നിങ്ങൾ CGFNS പ്രോസസ്സിൽ കൂടെ തന്നെയാണ് കടന്നു പോകേണ്ടത്. നമ്മുടെ ഡോക്യുമെന്റ്സും ഐഡന്റിഫിക്കേഷൻ ഡോക്യുമെന്റ്സും എംപ്ലോയ്മെന്റ് ഹിസ്റ്ററി എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്യുന്നത് CGFNS തന്നെയാണ്. ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ട 2 ഓൺലൈൻ കോഴ്സസ് ഉണ്ട്. അത് കുറച്ച് നാളുകൾക്ക് മുൻപായിട്ടത് ഒരു ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു 2 ഓൺലൈൻ കോഴ്സസ് ആണ്. അതായത് കൾച്ചറൽ സേഫ്റ്റിയുടേതും അതുപോലെ തന്നെ ട്രീറ്റി ഓഫ് ഐറ്റാങ്കിയും. ആ സംഭവത്തിനൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല. അപ്പോൾ ഒരു കൾച്ചറൽ സേഫ്റ്റിയുടെയും ട്രീറ്റി ഓഫ് ഐറ്റാങ്കി എന്ന് പറയുന്ന ഈ 2 ഓൺലൈൻ സെഷൻസ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്താണ് ICHC, അതായത് ഇന്റർനാഷണൽ ക്രിമിനൽ ഹിസ്റ്ററി ചെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ICHC ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഒരു രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, നമുക്ക് MyIQNൽ നിന്നും അതായത് നഴ്സിംഗ് കൗൺസിലിൽ നിന്നും DL കിട്ടിക്കഴിഞ്ഞു കഴിയുമ്പോഴേക്കും നെക്സ്റ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്താ, ക്യാപ്പിനുള്ള അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് പകരമായിട്ട് ഇപ്പോൾ വന്നേക്കുന്നതെന്ന് പറയുന്നത് നമ്മളൊരു തിയറി എക്സാം അറ്റൻഡ് ചെയ്യണം, അതുപോലെ തന്നെ ഒരു പ്രാക്ടിക്കലും. ആ പ്രാക്ടിക്കൽ എക്സാമിനെയാണ് ഓസ്കി എക്സാം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു തിയറിയിൽ 2 സെക്ഷൻസ് ആയിട്ടാണ് അവർ തിരിച്ചിരിക്കുന്നത്, പാർട്ട് എയും പാർട്ട് ബിയും. പാർട്ട് എ എന്ന് പറയുന്നത് മെഡിക്കേഷൻ സേഫ്റ്റിയും പാർട്ട് ബി എന്ന് പറയുന്നത് നഴ്സിംഗ് നോളജും ആണ്. പാർട്ട് എയിലുള്ള മെഡിക്കേഷൻ സേഫ്റ്റി എന്ന് പറയുന്നതിനകത്താണ് നമ്മുടെ ഡ്രഗ് കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് നമ്മൾ ക്യാപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തും ചെയ്യുന്ന എക്സാം തന്നെയാണ്, പക്ഷെ അവർ അതിൻ്റെ ആ ഒരു സ്ട്രക്ചറിന് കുറച്ച് വ്യത്യാസം വരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പാർട്ട് എ പാർട്ട് ബി എന്ന് പറയുന്ന 2 തിയറി എക്സാംസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒന്നില്ലെങ്കിൽ നമ്മൾ ഉള്ള ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ GCCയിൽ ഏതൊരു കൺട്രിയിൽ നിന്നോ അല്ലെങ്കിൽ ന്യൂസിലാൻഡിൽ നിന്നോ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം ഈ ഒരു തിയറി എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് PSNView അക്രഡിറ്റഡ് ആയിട്ടുള്ള ഏതൊരു സെൻറ്ററിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം ഈ ഒരു എക്സാമിന് നമ്മൾ അന്വേഷിക്കുക, നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, അപ്പം അവിടെ തന്നെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു തിയറി എക്സാം അറ്റൻഡ് ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അന്വേഷിക്കുക. PSNView അക്രഡിറ്റഡ് ആയിട്ടുള്ള സെൻറ്റേഴ്സ് ഇപ്പോൾ ഇന്ത്യയിലോ GCCയിലോ എവിടെയെങ്കിലോ അല്ലെങ്കിൽ ന്യൂസിലാൻഡിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എവിടെയാണ് അതിൻ്റെ ആ ഒരു സെൻറ്റേഴ്സ് വരുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുക. അപ്പം അങ്ങനെ ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു സെൻറ്ററിൽ നമ്മൾ ഈ ഒരു തിയറി എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് അപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു പാർട്ട് എ പാർട്ട് ബിയുടെ എക്സാം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ആ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന് നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവും, അതിൽ നിന്നും റൈറ്റ് ആൻസർ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു എക്സാം ആയിരിക്കും നിങ്ങൾ ഈ ഒരു പാർട്ട് എ ആൻഡ് ബിയിൽ, അതായത് ഈ ഒരു തിയറി പാർട്ടിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു തിയറി എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതൊരു 120 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിന് ഒരു 180 മിനിറ്റ്സിലാണ് നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. 120 ക്വസ്റ്റ്യൻസ് 180 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ മോഡലിലുള്ള ഒരു തിയറി എക്സാം ആയിരിക്കും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ ഇത് PSNView അക്രഡിറ്റഡ് ആയിട്ടുള്ള സെൻറ്റേഴ്സ് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷിച്ചിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് ഡേറ്റ് എടുക്കാവുന്നതാണ്.
അതുപോലെ തന്നെ ഇതിൻ്റെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ 3 അറ്റംപ്റ്റ് ആണുള്ളത്. നമ്മൾ ഒന്ന് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് 2 പ്രാവശ്യം കൂടി ഈ ഒരു എക്സാം എഴുതാനായിട്ടുള്ള ചാൻസ് ഉണ്ടായിരിക്കും. ഇപ്പം നമ്മൾ ഫസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ തിയറി എടുക്കുമ്പോഴത്തേക്കും നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന പാർട്ട് എയും പാർട്ട് ബിയും കൂടി ഒരുമിച്ചായിരിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് പാർട്ട് എയോ ബിയോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് റീസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. റീസിറ്റ് ചെയ്യുമ്പോഴേക്കും 2 പാർട്ടും കൂടെ എഴുതേണ്ട കാര്യമില്ല. ഏതാണോ നമ്മൾ ഫെയിൽ ആയിട്ടുള്ള ഒരു പാർട്ട് ആ ഒരു പാർട്ട് മാത്രം നമ്മൾ റീസിറ്റ് ചെയ്താൽ മതി. അപ്പം അവർ പറയുന്നത് 3 അറ്റംപ്റ്റ് ആണ് ടോട്ടലായിട്ടുള്ളത് എന്നാണ് ഈ ഒരു തിയറി എക്സാമിന്റെ കാര്യത്തിൽ. അങ്ങനെ നിങ്ങൾ ഈ ഒരു തിയറി എക്സാം പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഓസ്കി എക്സാം ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ഓസ്കി എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് ഒരിക്കലും അത് ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ GCC കൺട്രിയിൽ നിന്നൊന്നും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതിന്റെ സെന്റർ ഇവിടെ ന്യൂസിലാൻഡിലെ ക്രൈസ്റ്റ് ചർച്ചിൽ മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടെ വന്നിട്ട് വേണം നമ്മൾ ഈ ഒരു ഓസ്കി എക്സാം ചെയ്യാനായിട്ട്. ഇത് ഒരു ആവറേജ് ആ ഒരു എക്സാമിന്റെ ടൈം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 3 hours ആണ് പറയുന്നത്. ടോട്ടൽ ഒരു 3 days പരിപാടിയുള്ളൂ. 2 ദിവസത്തെ ഒരു ഓറിയന്റേഷൻ ക്ലാസ് ഉണ്ടാവും. അതിനെ ഫോളോഡ് ബൈ 3rd ഡേയിൽ ഒരു ഓൾമോസ്റ്റ് 3 hours ഒരു എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു ഓസ്കിയിൽ അവർ മെയിൻ ആയിട്ടും നമ്മളെ അസസ് ചെയ്യുന്നത്, ഓസ്കി ടെസ്റ്റിലൂടെ നമ്മൾ അസസ് ചെയ്യുന്നത് നഴ്സിംഗ് നോളജും നമ്മുടെ കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ സേഫ് ആയിട്ടുള്ള ഒരു നഴ്സിംഗ് പ്രാക്ടീസ്, നമുക്ക് ന്യൂസിലാൻഡിലേക്ക് വരുന്ന ഒരു നഴ്സ് ഈ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഈ ഒരു ഓസ്കി എക്സാമിൽ അവർ അസസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഓസ്കി എക്സാമിന്റെ ഒരു മോഡൽ എന്ന് പറയുന്നത് ടോട്ടൽ 10 സ്റ്റേഷൻസ് ആണ് പറയുന്നത്, അല്ലെങ്കിൽ 10 സിനാരിയോസ്. ടോട്ടൽ അവർ തരുന്ന ടൈം എന്ന് പറയുന്നത് 120 minutes ആണ്. അതിനകത്ത് 2 minutes എന്ന് പറയുന്നത് നമുക്ക് തരുന്ന ഒരു സിനാരിയോ നമുക്ക് വായിക്കാനായിട്ടുള്ളത്, പിന്നത്തെ ഒരു 8 minutes ആ ഒരു സിനാരിയോ ഹാൻഡിൽ ചെയ്യാനായിട്ടും, പിന്നത്തെ ഒരു 2 minutes ഒരു സിനാരിയോയിൽ നിന്നും അല്ലെങ്കിൽ ഒരു സ്റ്റേഷനിൽ നിന്നും അടുത്ത സ്റ്റേഷനിലേക്കുള്ള മൂവ്മെന്റിനുള്ള ഒരു ടൈമുമാണ്. അങ്ങനെ ടോട്ടൽ 12 minutes ആണ് ഒരു സിനാരിയോയിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേഷനിൽ നമ്മൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ 10 സെഷൻസ് അല്ലെങ്കിൽ 10 സിനാരിയോസ് ആണ് വരുന്നത്, 10 സ്റ്റേഷൻസ്. അപ്പോഴത്തേക്കും ടോട്ടൽ 120 minutes ആവും. ഇതായിരിക്കും ആ ഒരു ഓസ്കി എക്സാമിന്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഈ ഒരു ഓസ്കി എക്സാം ഫെയിൽ ആവുകയാണെങ്കിൽ അതിന് എത്ര അറ്റംപ്റ്റ് ആണെന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. അതും സെയിം ഒരു തിയറി എക്സാമിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. 3 അറ്റംപ്റ്റ് ആണ് ടോട്ടൽ ആയിട്ടുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് നമ്മളൊന്ന് അറ്റംപ്റ്റ് ചെയ്തു, നമ്മൾ ഫെയിൽ ആയി പോയിന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തതായിട്ട് നെക്സ്റ്റ് 2 അറ്റംപ്റ്റും കൂടെ ബാക്കിയായിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെയ്തിട്ട് നമുക്ക്, അതായത് അപ്പോയിൻമെന്റ് ഡേറ്റ് എടുത്ത് നമുക്ക് ഈ ഒരു ഓസ്കി എക്സാം അഗെയിൻ 2 ടൈംസും കൂടെ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് എന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് അവർ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് അല്ല, 1 June 2024 തൊട്ടിട്ട് അവരിത് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ കൺഫേംഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ് അല്ല പറയുന്നത്. പക്ഷെ ഓൾമോസ്റ്റ് നിയർ ബൈ ആ ഒരു ഡേറ്റിനോടൊക്കെ അടുപ്പിച്ചിട്ടായിരിക്കാം ഈ ഒരു മോഡൽ ഓഫ് എക്സാം നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. അടുത്തത് ഈ ഒരു ഓസ്കി എക്സാമിന്റെ സെന്റർ ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്രൈസ്റ്റ് ചർച്ചിലാണുള്ളത്. ക്രൈസ്റ്റ് ചർച്ചിൽ നഴ്സ് മോഡ് സിമുലേഷൻ സെന്ററിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു ഓസ്കി എക്സാം നടത്തുന്നുണ്ടാവുന്നത്. ആ ഒരു സെന്റർ മാത്രമേ ഇപ്പം അവർ പറഞ്ഞിട്ടുള്ളൂ. അതായത് നഴ്സിംഗ് കൗൺസിൽ ഓഫ് ന്യൂസിലാൻഡ് പറഞ്ഞിരിക്കുന്നതിൽ സെന്റർ ഈ ഒരു ക്രൈസ്റ്റ് ചർച്ചിലുള്ള നഴ്സ് മോഡ് സിമുലേഷൻ സെന്റർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഏകദേശം ഈ ഒരു എക്സാമിന്റെ അല്ലെങ്കിൽ ഈ ഒരു തിയറിയും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഓസ്കിയുടെയും കൂടെ എക്സാമിന്റെ ഏകദേശം ഒരു മോഡൽ എന്ന് പറയുന്നത് ഇതാണ്. ഇതുപോലെ നമ്മുടെ നഴ്സിംഗ് നോളജും കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ സേഫ് സ്കിൽ പ്രാക്ടീസൊക്കെ നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ പേഷ്യൻ്റ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള കാര്യത്തെക്കുറിച്ചാണ് ഇവർ ഈ ഒരു തിയറിയിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഓസ്കി എക്സാമിലൂടെ അവർ അസസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാവരും ഈ ഒരു ഓസ്കി അറ്റൻഡ് ചെയ്യണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നഴ്സിംഗ് കൗൺസിൽ ഓഫ് ന്യൂസിലാൻഡിന്റെ വെബ്സൈറ്റിൽ പറയുന്നത് നോ എന്നാണ്. അവർ നഴ്സിംഗ് കൗൺസിൽ ഓഫ് ന്യൂസിലാൻഡ് തീരുമാനിക്കും ഏതൊക്കെ കാൻഡിഡേറ്റ്സ് ഈ ഒരു ഓസ്കി എക്സാമിലൂടെ കടന്നു പോകണമെന്ന്. അതായത് നമ്മുടെ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ അവർ അസസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നഴ്സിംഗ് കൗൺസിൽ ഓഫ് ന്യൂസിലാൻഡ് സജസ്റ്റ് ചെയ്യുവാണ് നിങ്ങൾ ഓസ്കി എക്സാം എഴുതണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാൻഡിഡേറ്റ് മാത്രം ഈ ഒരു ഓസ്കി കൂടെ കടന്നു പോയാൽ മതി എന്നുള്ളൊരു കാര്യമാണ് നഴ്സിംഗ് കൗൺസിൽ ഓഫ് ന്യൂസിലാൻഡിന്റെ വെബ്സൈറ്റിൽ കൊടുത്തേക്കുന്നത്. എല്ലാ കാൻഡിഡേറ്റ്സും എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൊടുത്തിട്ടില്ല. അതായത് അത് അവരുടെ ഡിസിഷനാണ്, നഴ്സിംഗ് കൗൺസിൽ ഓഫ് ന്യൂസിലാൻഡിന്റെ ഡിസിഷൻ ആണെന്നുള്ള കാര്യത്തിൽ ഒരു രീതിയിലാണ് അവർ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഇപ്പോൾ ഒരു ഫസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ് എങ്ങനെയൊക്കെ ആയിരിക്കും ഇതിന്റെ മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പം അതിനെക്കുറിച്ചും നഴ്സിംഗ് കൗൺസിൽ ഓഫ് ന്യൂസിലാൻഡിന്റെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അവർ ഇവിടുത്തെ സ്റ്റേറ്റ് ബോർഡ് എക്സാമിന്റെ, അതായത് നമ്മളിവിടെ പഠിക്കുന്ന കുട്ടികളുണ്ട്, BSN ഒക്കെ പഠിക്കുന്ന പിള്ളേരുടെ അവരുടെ സ്റ്റേറ്റ് ബോർഡ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യാവുന്നതെന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ കുറച്ച് മോഡൽ ഓഫ് ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻസും ഇതുപോലെ തന്നെ നഴ്സിംഗ് കൗൺസിൽ ഓഫ് ന്യൂസിലാൻഡിന്റെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്.
അപ്പം നമുക്ക് അതിൽ കയറി നോക്കുക. ഞാൻ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് എന്ത് ക്ലാരിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും നഴ്സിംഗ് കൗൺസിൽ ഓഫ് ന്യൂസിലാൻഡിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കുക. അവരിതിനെക്കുറിച്ചൊക്കെ ക്ലിയർ ആയിട്ടുള്ള ഇന്നിപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞേക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ ആ ഒരു വെബ്സൈറ്റിൽ നിന്നും എടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. എന്തൊട്ടാണ് അവർ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത്, ഏത് മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, അത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണോ, എന്തിനൊക്കെയാണ് അവർ അസസ് ചെയ്യുന്നത്. പറഞ്ഞ പോലെ നമ്മുടെ നഴ്സിംഗ് സ്കിൽസ് കമ്മ്യൂണിക്കേഷനൊക്കെയാണ് അവർ അസസ് ചെയ്യുന്നത്, എത്ര മിനിറ്റ് എടുക്കും, എത്ര സ്റ്റേഷൻസ് ഉണ്ടാവും, ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തെക്കുറിച്ചും ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് അവർ നഴ്സിംഗ് കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് കയറി നമ്മൾ ജസ്റ്റ് ഒന്ന് റീഡ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ എക്സാമിൻ്റെ ഫീസ് എത്രയായിരിക്കും എന്നുള്ളതാണ്. അപ്പം നമുക്ക് ക്യാപ്പൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അറിയാം, ഓരോ അക്രഡിറ്റഡ് ആയിട്ടുള്ള പ്രൊവൈഡറിനും ഡിഫറെൻറ്റ് ഫീ ആയിരുന്നു. ഞാൻ വെസ്റ്റ്ഡിയിൽ ചെയ്ത സമയത്ത് $8,000 ന്യൂസിലാൻഡ് ഡോളേഴ്സ് ആയിരുന്നു. അതുപോലെ തന്നെ അത് കോളേജസ് മാറുന്നതിനനുസരിച്ചിട്ട് 10,000, 11,000, 12,000 അല്ലെങ്കിൽ അങ്ങനെ റേറ്റുകൾ മാറിക്കൊണ്ടിരുന്നു. പല കോളേജിനും പല റേറ്റ് ആയിരുന്നു അവർ ക്യാപ്പിന് വേണ്ടിയിട്ട് ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ വരുമ്പോഴത്തേക്കും എല്ലാ കുട്ടികൾക്കും ഒരേ ഫീസാണ് വരുന്നത്. അതുപോലെ തന്നെ ഫീസിൽ വളരെ വലിയ ഒരു കുറവ് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ക്യാപ്പിൻ്റെ ഒരു സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന പോലെ 8,000 പ്ലസ് അത്രയും നാൾ നമ്മളൊരു 1 മന്ത് ഇവിടെ വന്ന് നിൽക്കേണ്ട ആ ഒരു ചാർജ് അങ്ങനത്തെ ഒരു കാര്യങ്ങളും വരുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഒരു 3 ദിവസത്തെ കാര്യമേ വരുന്നുള്ളൂ. 3 ദിവസത്തേക്ക് നമ്മൾ ന്യൂസിലാൻഡിലേക്ക് വന്നാൽ മതിയാകും. നമുക്ക് തിയറി നാട്ടിൽ നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഫിനാൻഷ്യലി നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ് അവരിപ്പോൾ കൊണ്ടുവന്നേക്കുന്നത്. ഇപ്പം ന്യൂസിലാൻഡിൽ അവർ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്ന ഈ ഒരു മോഡ് ഓഫ് എക്സാം എന്ന് പറയുന്നത് ഫിനാൻഷ്യലി കാൻഡിഡേറ്റ്സിനെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ക്യാപ്പ് പോലെയാണോ അല്ലെങ്കിൽ അതുപോലെ ഈസി ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് അതിനൊരു 3 അറ്റംപ്റ്റേ ഉള്ളൂ. അതൊരു എക്സാം മോഡലാണ്. എത്രത്തോളം ഡിഫിക്കൽട്ടി ഉണ്ട് ക്വസ്റ്റ്യൻസിന് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഒരു ഫസ്റ്റത്തെ ഒരു ബാച്ചൊക്കെ കഴിയാതെ നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് സ്റ്റിൽ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്നാൽ പോലും ഫിനാൻഷ്യലി അതുപോലെ നമ്മളിവിടെ വന്ന് നിൽക്കേണ്ട ഒരു സ്ട്രഗിൾ കാര്യങ്ങൾ, ഇവിടെ വന്ന് നിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അക്കോമഡേഷൻ, നമ്മുടെ ചിലവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു പെർട്ടിക്കുലർ എക്സാം വരിക എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് ഇതിൻ്റെ ഫീസ് കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. ഫീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും ഇനീഷ്യലി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ CGFNS പ്രോസസ്സാണ്. അപ്പം ഞാൻ റേറ്റൊക്കെ ഇങ്ങനെ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി എഴുതി വെച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഏറ്റവും ഫസ്റ്റായിട്ട് നമ്മുടെ CGFNSൻ്റെ ഈ ഒരു എക്സാമിൻ്റെ ഫീസ് അല്ലെങ്കിൽ CGFNSൻ്റെ ആ ഒരു പ്രോസസ്സിങ്ങിന് വരുന്ന കാശ് എന്ന് പറയുന്നത് $300 ആണ് വരുന്നത്. അത് നമ്മൾ $, പേ ചെയ്യുന്നുണ്ടായിരുന്നു. അത് സ്റ്റിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. CGFNSന് $300. അടുത്തത് നഴ്സിംഗ് കൗൺസിൽ ഓഫ് ന്യൂസിലാൻഡിന് നമ്മൾ പേ ചെയ്യുന്നതെന്ന് പറയുന്നത് $485 ആണ്. അത് സ്റ്റിൽ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ അടുത്തത് നമ്മുടെ ICHC, അതായത് ഫിറ്റ് ടു വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ പേ ചെയ്യുന്നതെന്ന് പറയുന്നത് $159 അത് പേ ചെയ്യുന്നത്. അതൊരു ഓസ്ട്രേലിയൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ് ഈ ഫിറ്റ് ടു വർക്ക്, അതായത് ഇന്റർനാഷണൽ ക്രിമിനൽ ചെക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് $159 ആണ്. അത് നമ്മളിപ്പോൾ എത്രയൊക്കെ രാജ്യങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടോ ആ ഒരു രാജ്യത്തൊക്കെ എടുക്കണം. അപ്പോൾ പെർ കൺട്രി വെച്ചിട്ടാണ് $159 വരുന്നത്. അപ്പോൾ ഇത്രയും ഫീസ് നമ്മൾ ആദ്യം പേ ചെയ്തുകൊണ്ടിരുന്ന കാശ് തന്നെയാണ്. അടുത്തതെന്ന് പറയുന്നത് നമ്മൾ തിയറി എക്സാമിൻ്റെ കാശ് എന്ന് പറയുമ്പോഴേക്കും പാർട്ട് എയും പാർട്ട് ബിയും ആ ഒരു തിയറിയുടെ രണ്ടും കൂടെ കൂടിയിട്ടുള്ള എക്സാമിന് $140 ആണ് വരുന്നത്. അത് വലിയൊരു എമൗണ്ടേ അല്ല, $140 എന്ന് പറയുമ്പം. ഇനി ഇൻ കേസ് നിങ്ങൾ തോറ്റു പോകുക, നിങ്ങൾ പാർട്ട് എക്കോ അല്ലെങ്കിൽ പാർട്ട് ബിക്കോ നിങ്ങൾ ഫെയിൽ ആവുകയെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ റീസിറ്റ് ചെയ്യണം. അപ്പോൾ അതിനകത്ത് അവർ പറയുന്നുണ്ട് നമ്മൾ ഏത് പാർട്ടിനാണോ ഫെയിൽ ആവുന്നത് ആ ഒരു പാർട്ട് മാത്രം നമ്മൾ റീസിറ്റ് ചെയ്താൽ മതി. അപ്പോൾ റീസിറ്റ് ചെയ്യാനായിട്ട് പാർട്ട് എ റീസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് മെഡിക്കേഷൻ സേഫ്റ്റിയുടെ ഡ്രഗ് കാൽക്കുലേഷൻ്റെ ആ ഒരു ഭാഗമാണ് നിങ്ങൾ ഫെയിൽ ആയത്, അതിന് റീസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ $32 ആണ്. പാർട്ട് ബി, അതായത് നഴ്സിംഗ് നോളജിൻ്റെ ആ ഒരു തിയറിക്കാണ് നിങ്ങൾ ഫെയിൽ ആയതെന്നുണ്ടെങ്കിൽ അതിന് $108 ആയിരിക്കും. എഗെയിൻ നമ്മൾ റീസിറ്റ് ചെയ്യുന്നതിന് ഇപ്പോൾ 2 പ്രാവശ്യം നമ്മൾ റീസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ആ ഓരോ പ്രാവശ്യം റീസിറ്റ് ചെയ്യുന്നതിനും ഇത്ര എമൗണ്ട് വെച്ചിട്ട് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അടുത്തതെന്ന് പറയുന്നത് ക്ലിനിക്കൽ കോമ്പറ്റൻസി അസസ്മെൻറ്റ്, അതായത് ഓസ്കി എക്സാമിന് വരുന്നത് $3000 ആണ്. അതും ഈ പറഞ്ഞ പോലെ അടുത്ത പ്രാവശ്യം ഇങ്ങനെ റീസിറ്റ് ചെയ്യുന്നതിന് അനുസരിച്ചിട്ട് നമ്മൾ 3,000 തന്നെയാണ് പിന്നെയും പേ ചെയ്യേണ്ടി വരുന്നത്. ഒറ്റ പ്രാവശ്യം ആണെന്നുണ്ടെങ്കിൽ 3000, പിന്നത്തെ റീസിറ്റിന് 3000, പിന്നെ ഒന്നുകൂടെ റീസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ പിന്നെ എഗെയിൻ 3000, അങ്ങനെയാണ് വരുന്നത്. ഈ ഒരു ഓസ്കി എക്സാമിന് മുൻപായിട്ട് ഒരു 2 ഡേയ്സിൻ്റെ ഒരു പ്രിപ്പറേഷൻ കോഴ്സ് പറയുന്നുണ്ട്. ആ ഒരു പ്രിപ്പറേഷൻ കോഴ്സിന് വേണ്ടിയിട്ട് $500 ആണ് പേ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ടോട്ടൽ ഫീസ് എന്ന് പറയുന്നത്, ഇത്രയേ വരുന്നുള്ളൂ.
അപ്പം ഫീസ് നമ്മുടെ ഒരു ക്യാപ് കോഴ്സിൻ്റെ ഫീസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും അതിൽ ഒത്തിരി വ്യത്യാസം വരുന്നുണ്ട്, നല്ലൊരു ചേഞ്ച് വരുന്നുണ്ട്. നമ്മൾ ഒത്തിരി ഒരു എമൗണ്ട് എന്താ പറയുക ലോണൊന്നും എടുത്ത് വരേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇപ്പോഴത്തെ ഈ ഒരു ക്യാപ്പിൻ്റെ ഒരു എക്സാമൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി നമുക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കവർ ചെയ്യാനായിട്ട് വിചാരിച്ചത്. ഇപ്പോൾ ഏകദേശം ഓസ്കി എക്സാമിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് 2023 ഡിസംബറിന് മുൻപായിട്ട് MyIQNലോട്ടേക്ക് അല്ലെങ്കിൽ ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലിലോട്ടേക്ക് നിങ്ങളുടെ പേപ്പർ CGFNS കഴിഞ്ഞിട്ട് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് എല്ലാവരും അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നത് ഓസ്കി ആയിരിക്കും എന്നുള്ള രീതിയിലാണ് നഴ്സിംഗ് കൗൺസിൽ ഓഫ് ന്യൂസിലാൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പം നിങ്ങൾ ഓസ്കിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്തേക്ക് നിങ്ങളുടെ പേപ്പേഴ്സ് മൂവ് ആവുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഓസ്കി ആയിരിക്കും അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഓസ്കി ആണ് അറ്റൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ ഓഫ് എന്താ പറയുക ഈ ഒരു രീതി ആയിരിക്കും നിങ്ങളുടെ ആ ഒരു എക്സാമിന് ഫോളോ ചെയ്യുന്നുണ്ടാവുന്നത്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൂടുതൽ ഇൻഫർമേഷൻസ് ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ന്യൂസിലാൻഡിൻ്റെ നഴ്സിംഗ് കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കുക. ഞാൻ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് ജസ്റ്റ് റീഡ് ഔട്ട് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റായിട്ട് അവർ പേയ്മെൻറ്റ് കോളം വൈസ് ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുറേ പേര് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് അവർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ CGFNS ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ അതിനൊക്കെ ഉള്ള ആൻസർ, അതായത് എൻ്റെ OET സ്കോർ എങ്ങനെയായിരിക്കണം, ഇനി ICSE അതായത് ക്രിമിനൽ ചെക്ക് ഹിസ്റ്ററി എടുക്കേണ്ട കാര്യമുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള ആൻസേഴ്സ് അവർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നഴ്സിംഗ് കൗൺസിൽ ഓഫ് ന്യൂസിലാൻഡിൻ്റെ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഒന്നില്ലെങ്കിൽ മെയിൽ അയച്ച് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വിളിച്ചിട്ട് അവരുടെ നമ്പറിൽ വിളിച്ചിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പം കുറച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു ഓസ്കി ബേസ്ഡ് എക്സാമിനെ കുറിച്ച്. അപ്പം നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.